നമസ്കാരം. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസും ബിജെപിയും ഓരോ ചുവടും വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കെ വോട്ടർമാരെ വാഗ്ദാനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇരു കക്ഷികളും. യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോഴുള്ള നീക്കമെന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിന്റെ പ്രഖ്യാപനം. തന്റെ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത വർഷം മാർച്ച് 31 ഒഴിവുള്ള 22 ലക്ഷം സർക്കാർ ജോലികളിൽ നിയമനം നടത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ വാഗ്ദാനം ചെയ്തു. രാജ്യത്ത് 22 ലക്ഷം സർക്കാർ പോസ്റ്റുകളിലാണ് നിയമനമാകാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഈ ഒഴിവുകളെല്ലാം നികത്തുമെന്നാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഉറപ്പ് നൽകുന്നത്. ആരോഗ്യ പരിരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള ഫണ്ട് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം കൈമാറുമെന്നും രാഹുൽ തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചു. മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന വിമർശനത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് മിനിമം വേതനം ഉറപ്പു നൽകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ യുവാക്കളെ ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികളും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. തന്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ പുതിയ സംരംഭകർക്ക് ആദ്യത്തെ 3 വർഷം ഒരു തരത്തിലുള്ള അനുമതികളുടെയും ആവശ്യമില്ലെന്നും ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ട്വിറ്ററിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്ക് ഈടാക്കുന്ന ഏഞ്ചൽ ടാക്സ് ഇനി ഉണ്ടാകില്ല. എത്ര തൊഴിൽ സൃഷ്ടിക്കുന്നുവോ അതിനനുസൃതമായ നികുതി ഇളവ് ലഭ്യമാക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനും രാജ്യത്ത് പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് യുവാക്കളോട് ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. നിങ്ങൾക്കുള്ള പദ്ധതികൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് പറഞ്ഞാണ് സംരംഭകർക്കുള്ള വാഗ്ദാനങ്ങൾ നിരത്തിയത്. തദ്ദേശ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും ഉള്ളത്. UP അധികാരത്തിലെത്തിയാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കായി മിനിമം വരുമാന പദ്ധതി കൊണ്ടുവരുമെന്ന് AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ന്യായ് എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയത്. പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 72,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കും. ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതനുസരിച്ച് 6,000 രൂപ മുതൽ 12,000 രൂപ വരെയാകും ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള മിനിമം വരുമാന പരിധി. 12,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ബാക്കി വരുന്ന തുക സർക്കാർ പ്രതിമാസ സഹായമായി നൽകും. ഒരു കുടുംബത്തിന് ഒരു വർഷം 72,000 രൂപ ഈ രീതിയിൽ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പദ്ധതി നടപ്പിലാക്കുക വഴി ഇന്ത്യയിലെ 20% ജനങ്ങൾക്ക് മിനിമം വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. രാജ്യത്തെ 5 ലക്ഷം നിർധന കുടുംബങ്ങളിലെ 25 കോടി ജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നും താൻ പറയുന്നത് വെറും വാക്കല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗൗരവകരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് പദ്ധതി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പദ്ധതിയുടെ പരീക്ഷണം അധികാരത്തിലെത്തിയാലുടൻ നടപ്പിലാക്കും. തുടർന്ന് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കും. അക്കൗണ്ടിലേക്ക് നേരിട്ടായിരിക്കും പണം എത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതുപോലെ ഈ പദ്ധതിയും നടപ്പിലാക്കും. രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള അവസാന പോരാട്ടത്തിലാണ് കോൺഗ്രസ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും തന്റെ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചു. ഇവിടെ സർക്കാർ അധികാരത്തിലെത്തി 10 ദിവസത്തിനകം കർഷകരുടെ വായ്പ എഴുതിത്തള്ളാൻ നടപടികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് 2 ഇന്ത്യയാണെന്നും കോൺഗ്രസിന്റെ ലക്ഷ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവ ഉറപ്പാക്കലാണ്. എല്ലാവരെയും തുല്യമായി കാണുന്ന ഇന്ത്യയാകും ഇനി ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.